ജീവിതമാണ് ഏറ്റവും വലിയ വിദ്യാലയം. അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ. പക്ഷെ നമുക്ക് എന്നും 1-ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കാനാണ് യോഗം. പഠിച്ചതൊന്നും മറക്കുകയില്ല, പുതുതായി ഒന്നും തന്നെ പഠിക്കുകയുമില്ല. ഇതാണ് നമ്മുടെ ഒരു പോളിസി. ഈ പോളിസി തലക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അതനുസരിച്ച് നന്മ വന്നാൽ ഭാഗ്യം, തിന്മയാണെങ്കിലോ വിധിയും. ചുരുക്കത്തിൽ നമ്മുടെ ഭാവിയിൽ നമുക്ക് ഒരു റോളും ഇല്ല എന്നതാണ് സ്ഥിതി. പിന്നെ എങ്ങനെ നാം 10-ാം ക്ലാസ് പോയിട്ട് 5-ാം ക്ലാസ് വരെ എത്തും? ജീവിതം എന്ന വിദ്യാലയം ഓരോ ദിവസവും ചുരുങ്ങിയത് ഒരു പാഠമെങ്കിലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കുക. ഇന്ന് ജീവിതം പറഞ്ഞു തന്ന പാഠം എന്താണ്? ഇന്നത്തെ ദിവസം ജീവിതം എന്താണ് നമ്മെ പഠിപ്പിച്ചത്? എന്നും രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ജീവിതവുമായി ഇങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം നടത്താൻ കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. പിറ്റേന്ന് ഒരു തെറ്റെങ്കിലും തിരുത്താനോ ഒഴിവാക്കാനോ നമുക്ക് കഴിയും. അങ്ങനെ എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചാൽ ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്നത് ഫുൾ A+ ആയിരിക്കും. അതിന് മുൻവിധികളില്ലാതെ ജീവിതത്തോട് സംസാരിക്കാൻ കഴിയണം. സത്യസന്ധതയോടെ ജീവിതത്തെ നേരിടാൻ സാധിക്കണം. ഈഗോ ഇല്ലാതെ പിറന്ന പടി ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പറ്റണം. അപ്പോൾ അനുഭവമെന്ന അധ്യാപകൻ ടോർച്ചടിച്ച് നമ്മുടെ മുമ്പിൽ നടക്കും. വഴിയിലെ ചതിക്കുഴികൾ നമുക്ക് കാണിച്ചു തരും. കുറുക്കു വഴികളിലൂടെ കൊണ്ടുപോകാതെ നേർവഴിക്ക് നയിക്കും. ആ വിരൽത്തുമ്പിൽ മുറുകെ പിടിച്ചാൽ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്തും. നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദിവസം ചെല്ലും തോറും ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. ആശുപത്രികൾ വർദ്ധിക്കും തോറും രോഗങ്ങൾ കുറയുകയല്ല, കൂടുകയാണ്. സൗകര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും മനസ്സമാധാനം കുറയുകയാണ്. മനുഷ്യർ തമ്മിലുണ്ടായിരുന്ന സ്നേഹവും ഐക്യവും കാലം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സത്യമാണെങ്കിലും ഇങ്ങനെ പയ്യാരം പറഞ്ഞിരുന്നത് കൊണ്ട് എന്താണ് കാര്യം? ഉള്ള സമാധാനം കൂടി പോയി കിട്ടും എന്നല്ലാതെ. പ്രശ്നങ്ങൾ എല്ലാ കാലത്തുമുണ്ട്. ഓരോ കാലത്ത് ഓരോ പ്രശ്നങ്ങളായിരിക്കും എന്ന് മാത്രം. കഴിഞ്ഞ തലമുറക്ക് സാങ്കേതിക പരിജ്ഞാനത്തിന്റെ കുറവായിരുന്നു പ്രശ്നം. അതിനു മുമ്പത്തെ തലമുറക്ക് ദാരിദ്ര്യമായിരുന്നു വില്ലൻ. അതുപോലെ നാളത്തെ തലമുറ നേരിടാൻ പോകുന്നത് മറ്റൊരു പ്രശ്നമായിരിക്കും. വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുമ്പോൾ നമുക്ക് മുട്ടുകൊടുത്ത് അതിനെ താങ്ങി നിർത്താൻ കഴിയും. എന്നാൽ ആകാശമാണ് ഇടിയുന്നതെങ്കിലോ ഒട്ടകപ്പക്ഷിയെ പോലെ മണലിൽ തലപൂഴ്ത്തുകയാണോ വേണ്ടത്? അതോ വാനമ്പാടിയെ പോലെ അകലങ്ങളിലേക്ക് ചിറകടിച്ചു പറക്കുകയാണോ? ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ. മാത്രമല്ല ഓരോ പ്രശ്നത്തിലുമുണ്ട് അതിന്റെ പരിഹാരവും. ചോദ്യത്തിൽ തന്നെ ഉത്തരവും അടങ്ങിയിട്ടുള്ളതുപോലെ. അത് കണ്ടെത്തണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അനുഭവമാവുന്ന അധ്യാപകനോട് ചോദിക്കണം. ആ ഉത്തരം ചിന്തയുടെ ഉരക്കടലാസിൽ ഉരച്ചു നോക്കി ഉറപ്പുവരുത്തണം. പച്ചക്കറി കഷ്ണങ്ങൾ വെറുതെ കയ്യിൽ വെച്ചിരുന്നാൽ സാമ്പാർ ആവില്ലല്ലോ. ആരൊക്കെയോ എന്നോ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഡിവൈസുകളാണ് മനുഷ്യ ജീവിതങ്ങൾ. സൃഷ്ടിച്ച ദൈവവും പരിപാലിക്കുന്ന പ്രകൃതിയും നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങളും കൂടി നിർമ്മിച്ച സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്ന ഒരു ഹാർഡ്വെയർ. പരിധികളും പരിമിതികളും ഒരുപാടുണ്ട്, നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഒട്ടനവധി. എങ്കിലും ഇതിനെല്ലാം ഇടയിലും പ്രത്യാശയുടെ ഒരു പ്രകാശഗോപുരം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സും പ്രവർത്തിക്കാനുള്ള ഒരു ശരീരവും, ചിന്തിക്കാനുള്ള കഴിവ്, നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി. ഈ സിദ്ധികൾ കോടാനുകോടി ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രം കിട്ടിയ മഹാസൗഭാഗ്യം. കടൽക്കരയിലിരുന്ന് മീൻ പിടിക്കുന്ന മുക്കുവന് ആഴക്കടലിൽ പോയി മുത്തു വാരാനും കഴിയും. അത് രണ്ടും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവനുണ്ട്. രണ്ടിന്റെയും ഗുണദോഷങ്ങളും അവന് മാത്രം. അനുഭവങ്ങളെ പാളിച്ചകളാകാതെ ഏണിപ്പടികളാക്കി മാറ്റുക. വിജയത്തിലേക്ക് കുതിക്കുക. പുറത്തുള്ള ആകാശത്തിലേക്കല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ആകാശത്തേക്ക്. പുറത്തുള്ള ആകാശം
അന്യരുടേതു കൂടിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആകാശം നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ്.